السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ബഹുമാന്യനായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 19-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലൈസത്തിത് തൗബത്തു ലില്ലദീന യഅമലൂന അസ്സയ്യാത്തി ഹത്താ ഇദാ ഹദറ അഹദുഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൽആന വലല്ലദീന യമൂതൂന വഹും കുഫാറുൻ ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമാ. വലൈസത്ത് തൗബത്തു, ഖേദം സ്വീകരിച്ചു മടങ്ങൽ അല്ല, ലില്ലദീന യഅമലൂന സയ്യാത്ത്, അവർ തെറ്റുകൾ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു അക്ബർ. വലൈസത്ത് തൗബത്തു, ഖേദം സ്വീകരിച്ചു മടങ്ങൽ അല്ല, ലില്ലദീന, യാതൊരുത്തരോട് അല്ല, യഅമലൂന, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, സയ്യാത്ത്, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് അല്ലാഹു ഖേദം സ്വീകരിച്ച് മടങ്ങുകയില്ല. ഹത്താ ഇദാ ഹദറ അഹദുഹുമുൽ മൗത്ത്, അങ്ങനെ അവർ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ, അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ, ഹത്താ ഇദാ ഹദറ അഹദുഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൽആന, നിശ്ചയമായും ഞാനിപ്പോൾ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന്. തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തിരുത്തുന്നതിന് വേണ്ടി ശരിയാകുന്നില്ലല്ലോ, എന്താ ചെയ്യുന്നു?
അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയുകയായി, ഇന്നേ തുപ്തുല്ലാന, നിശ്ചയമായും ഞാനിപ്പോൾ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് ഉടനെ തന്നെ തിരുത്തുകയും അള്ളാഹുവിലേക്ക് തിരികെയും ഖേദപ്രകടനം നടത്തുകയും ചെയ്യുവാനാണ് അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഉപദേശം. എന്നാൽ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, ഇനി അവർ വലല്ലദീന യമൂത്തൂന വഹും കുഫാറുൻ, സത്യനിഷേധികളായിക്കൊണ്ട് മരിച്ചു പോകുന്നവരോടുമല്ല, വലല്ലദീന ഒരു വിഭാഗം ആളുകളോടുമല്ല, യമൂത്തൂന വഹും കുഫാറുൻ, സത്യനിഷേധികളായി അവർ മരണപ്പെട്ടു പോകുന്നവരോടുമല്ല. അങ്ങനെ പശ്ചാത്തപിക്കാതിരിക്കുക, സത്യനിഷേധികളായിരിക്കുക. ഇത്തരത്തിലുള്ള ആളുകൾ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ഉലായിക്കായത്തതിനാലും അവർക്ക് വേണ്ടി നാം തയ്യാർ ചെയ്തിരിക്കുകയാണ് അദാബൻ അലീമ, വേദന ഏറിയ ശിക്ഷ അവർക്ക് നാം ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പദാർത്ഥം. അതിന് ഹസ്രത്ത് ഖലീഫത്തുല്ലാ നൽകുന്ന വിശദീകരണം, ദിസ് വേഴ്സ് ക്യാൻ ആക്ച്വലി ബി പ്രൈമർലി addressed to husbands who are harsh. അപ്പോൾ ഇത്തരം പശ്ചാത്താപത്തോടെ മടങ്ങാൻ തയ്യാറില്ലാത്ത ആളുകളും സത്യനിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. The verse under comment is food for thought for the true believers. യഥാർത്ഥ വിശ്വാസികൾക്ക് ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ പല കാര്യങ്ങളും ചിന്തിക്കുവാനുണ്ട്. സത്യവിശ്വാസികൾക്ക് ഈ വചനത്തെ ആസ്പദമാക്കി വളരെയധികം കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്. Indeed, whenever someone acted treacherously against his own soul, എപ്പോഴൊക്കെ ഒരാൾ തൻ്റെ തന്നെ ആത്മാവിന് എതിരായി അന്യായമായി അക്രമമായി പ്രവർത്തിക്കുമ്പോൾ, he directs his repentance towards Allah. അല്ലാഹു തആല അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ അള്ളാഹു അവർക്ക് ഉപദേശം നൽകുകയാണ്. തൻ്റെ ആത്മാക്കളോട് തങ്ങൾ തെറ്റായ നിലയിൽ വർത്തിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ശരിയായ നിലയിൽ പ്രവർത്തിക്കുവാൻ ഉള്ള അവസരം പശ്ചാത്താപ രൂപത്തിൽ അല്ലാഹു തആല അവരുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. സപ്ലിക്കേറ്റിംഗ് ഹിം ഫോർ ഫർഗീവ്നെസ്, അങ്ങനെ അവരോട് ആവശ്യപ്പെടുന്നത് പാപത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്നുള്ള മോചനത്തിനായി. Allah favors those who turn to him. അല്ലാഹു തആല അങ്ങനെ അവനോട് തിരിയുന്ന ആളുകൾക്ക്, തെറ്റ് സംഭവിച്ചതിന് ശേഷം അല്ലാഹുവിലേക്ക് തിരിയുന്നവർക്ക് അനുഗ്രഹം ചെയ്യുന്നു. ആൻഡ് റിപ്പന്റ് സിൻസിയർലി, അവർ ആത്മാർത്ഥമായിട്ടാണ് പാപമോചനത്തിന് വേണ്ടി അർത്ഥിച്ചതെങ്കിൽ അവൻ ആ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യുന്നു. Again falling prey to the same vices and evil acts, അതേ തെറ്റുകളിലും കുറ്റങ്ങളിലും ആപതിച്ചു പോകാതിരിക്കുന്നതിനായി അല്ലാഹു തആല അവരെ സംരക്ഷിക്കുന്നു. ആസ് ഫോർ ദ അതേഴ്സ്, ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു തആല
വീണ്ടും അത്തരത്തിലുള്ള തെറ്റുകളിൽ ചെന്ന് പതിക്കാതിരിക്കുന്നതിനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നു. ആൻഡ് ആസ് ഫോർ ദ അതേഴ്സ് ഹു ആക്ട് അഗൻസ്റ്റ് ദ ലാസ് ഓഫ് അള്ളാഹ്, ഇനി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർ, ആൻഡ് ഡിനേ ദ സൈൻസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ തിരസ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അള്ളാഹ്സ് വേഴ്സ് ഈസ് സ്ട്രേറ്റ് ഫോർവേഡ്, അള്ളാഹുവിൻ്റെ വചനം നേർക്ക് നേർ തന്നെ പറയുകയാണ്. ഫോർ ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് തീർച്ചയായിട്ടും അള്ളാഹു ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് പർപ്പസായിട്ട് ചെയ്യാത്ത തെറ്റുകൾ, അറിയാതെ സംഭവിച്ചു പോയി മനഃപൂർവ്വമല്ലാത്ത തെറ്റുകൾ ചെയ്ത ആളുകൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും അവരെ അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. എന്നാൽ ലെറ്റസ് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഫറോവ. ഇനി മനഃപൂർവ്വം ചെയ്ത ആളുകൾ തെറ്റുകളുണ്ട്. അതിന് നമുക്ക് പരിശോധിക്കാവുന്നത് ഫറോവയുടെ മാതൃകയാണ്. ലൈക്ക് മെൻഷൻ ഇൻ ദ ഹോളി ഖുർആൻ ഇറ്റ്സെൽഫ്, അത് വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശിച്ചിരിക്കുന്നു. തെറ്റ് ചെയ്ത ഒരു വ്യക്തി, അതായത് ഫറോവ, ആ ആളിൻ്റെ ചരിത്ര സംഭവങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നു. ബിഹേവ്ഡ് അറഗൻലി ഓൺ എർത്ത്, അദ്ദേഹം ഭൂമിയിൽ അയാൾ വളരെ മോശമായി ആണ്, വളരെ പരുഷമായ നിലയിലാണ് ജനങ്ങളോട് പെരുമാറിയത്. ഈ സംഭവവും കാര്യങ്ങളും എല്ലാം ലോകത്ത് ഭരണം നടത്തുന്ന എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണ്. മുൻകാലത്ത് ഇപ്രകാരം ജനങ്ങളോട് ബിഹേവ്ഡ് അറഗൻലി ഓൺ എർത്ത്, ഭൂമിയിൽ വളരെ പരുഷമായ നിലയിൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന നിലയിൽ പ്രവർത്തിച്ച്, ആൻഡ് ടുക്ക് ഹിംസെൽഫ് ആസ് ഗോഡ്, അവൻ കരുതി അവൻ തന്നെയാണ് ദൈവം എന്ന്. അവനെ കഴിഞ്ഞ്, കാരണം എല്ലാ അധികാരങ്ങളും അവൻ്റെ കയ്യിലാണ്. അവൻ എന്ത് പറയുന്നുവോ അതുപോലെ ചെയ്യുവാൻ ആളുണ്ട്, കിങ്കരന്മാരുണ്ട്. അത്തരത്തിലുള്ള ഭരണാധികാരികൾ ഇന്ന് ഒരുപാട് ലോകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗാസ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിനെതിരായിട്ട് ഒരക്ഷരം മിണ്ടാൻ ഈ ലോകത്തിലുള്ള ഒരു ഭരണാധികാരിയും, അതിനെതിരിൽ ഒന്നോ അറിയോ ചില ശബ്ദങ്ങൾ ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. അത് വേണ്ടതുപോലെ ഫലപ്രദമാകുന്നില്ല. അത്രയും നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ ഫറോവമാർ ചെയ്തതിനേക്കാൾ വളരെ ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഇനി അവരുടെ അന്ത്യത്തെക്കുറിച്ചാണ്. ബിഹേവ്ഡ് അറഗൻലി ഓൺ എർത്ത് ആൻഡ് ടുക്ക് ഹിംസെൽഫ് ആസ് ഗോഡ്, അവർ തന്നെയാണ് ദൈവം, അവരെന്ത് തീരുമാനിക്കുന്നു അതാണ് ശരി എന്ന നിലയിലാണ് അവർ വർത്തിക്കുന്നത്. ആൻഡ് ഡിഫൈഡ് ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതനെ വെല്ലുവിളിക്കപ്പെട്ടു. അപ്പോൾ മൂസയൊക്കെ നിസ്സാരനായിട്ട് അവർ കണ്ടു. ഫറോവ അങ്ങനെ ആ വെല്ലുവിളി, അള്ളാഹുവിൻ്റെ ദൂതനോടുള്ള അവൻ്റെ വെല്ലുവിളിയും തുടർന്നു. അതിന് ഇറ്റ് ഈസ് ഓൺലി വെൻ ദ ഓഫുൾ ഡിവൈൻ പണിഷ്മെൻറ്റ് സീസ്ഡ് ഹിം, അങ്ങനെ കഠിനമായ ശിക്ഷ അവനെ പിടികൂടിയപ്പോൾ ദാറ്റ് ഹീ സപ്ലിക്കേറ്റഡ് അള്ളാഹ്, അപ്പോഴവൻ എന്ത് ചെയ്തു? അള്ളാഹുവിനോട് ദുആ ചെയ്തു. ടു ഫർഗീവ് ഹിം, അവനും പുറത്തു കൊടുക്കുവാനായി. ബിക്കോസ് അപ്പോൺ സീയിങ് ദ പണിഷ്മെൻറ്റ്, കാരണം ആ ശിക്ഷ കണ്ടപ്പോൾ, ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഹീ ബിലീവ്ഡ് ഇൻ മൂസ ആൻഡ് ഹിസ് ലോർഡ്, അപ്പോൾ മൂസായെയും മൂസായുടെ ദൈവത്തെയും അദ്ദേഹം വിശ്വസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ശിക്ഷ വരുന്നത് വരെ അവർ അത് വിശ്വസിച്ചില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി വെൻ ദ ഓഫുൾ ഡിവൈൻ പണിഷ്മെൻറ്റ് സീസ്ഡ് ഹിം, വളരെ കഠിനതരമായ ആ ശിക്ഷ അവരെ പിടികൂടിയപ്പോൾ, ദാറ്റ് ഹി സപ്ലിക്കേറ്റഡ് അല്ലാഹ് ടു ഗീവ് ഹിം, അങ്ങനെ ഫർഗീവ് ഹിം, അങ്ങനെ അള്ളാഹുവിനോട് അപ്പോഴവൻ എന്ത് ചെയ്തു? ദുആ ചെയ്തു, ഒന്ന് പുറത്തു തരണേ എന്ന് പറയാം. പക്ഷേ ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഹി ബിലീവ്ഡ് ഇൻ മൂസ ആൻഡ് ഹിസ് ലോർഡ്, അപ്പം മൂസ പറഞ്ഞത് ശരിയാണെന്നും മൂസയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നും എനിക്ക് യാതൊരു ശക്തിയും ഇല്ല എന്നും ഞാനിപ്പോൾ നിസ്സഹായനാണ് എന്ന കാര്യവും, ആ മരണം അവനെ പിടികൂടാനുള്ള, കടലിൽ മുങ്ങി മരിക്കുവാനുള്ള ആ സന്ദർഭത്തിൽ അവനുണ്ടായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അവനെ രക്ഷപ്പെടുത്തുവാൻ അവൻ്റെ ഒരു അധികാര കേന്ദ്രത്തിനും അപ്പോൾ സാധിച്ചില്ല. ദിസ് കൈൻഡ് ഓഫ് റിപ്പൻഡൻസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ ദ ഐസ് ഓഫ് അള്ളാഹ്. ഇത്തരത്തിലുള്ള പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന പാഠമാണ് നൽകുന്നത്. അവസാനം നമുക്ക് പശ്ചാത്തപിക്കാമെന്ന് പറയാനിരിക്കാതെ തെറ്റുകൾ സംഭവിച്ചാൽ ഉടൻ തന്നെ അത് തിരുത്തുകയും ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് തിരികെയും ചെയ്യുന്നില്ല എങ്കിൽ വളരെ അപകടകരമായ പരിസ്ഥിതികളായിരിക്കും അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന പാഠമാണ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത്തരം വിപത്തുകൾ ഉണ്ടായി കഴിയുമ്പോൾ ആ സമയത്ത് കിടന്ന് അള്ളാഹിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. പശ്ചാത്തപിക്കുവാനുള്ള അവസരങ്ങൾ ഒരുപാട് കൊടുത്തിട്ടും അവൻ ധിക്കാരവും നിഷേധവും കൊണ്ട് അടിമുടി മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥയിലെത്തിയിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്ക് അപേക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. ആക്ച്വലി ഇറ്റ് ക്യാൻ ആൾസോ മീൻ, യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് റിപ്പൻഡൻസ് ഈസ് അക്സെപ്റ്റഡ് ബൈ അള്ളാഹ്. ഈ പശ്ചാത്താപം അള്ളാഹു താല സ്വീകരിക്കുന്നത് ബിഫോർ ദ പാങ്സ് ഓഫ് ഡെത്ത് ആക്ച്വലി ടേക്സ് ഓവർ സമൺ. ഒരാളെ മരണം പിടികൂടുന്നതിന്, മരണാസന്നനായി കിടക്കുന്നതിന് മുമ്പ് ആയിരിക്കണം ഈ സംഭവം. മറ്റൊരു രീതിയിലും നിവൃത്തിയില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് വിളിച്ചിട്ടൊരു കാര്യമില്ല. കാരണം നിനക്കെല്ലാ പവറും തന്ന സമയത്താണ് നീ തെറ്റ് ചെയ്തത്. ആ തെറ്റ് ചെയ്ത സമയത്താണ് നിനക്ക് വീണ്ടും വിചാരത്തോടു കൂടി അതിനെ നേരിടണം എന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും അല്ലാത്ത അവസ്ഥയിൽ, അവസാന നിസ്സഹായ അവസ്ഥയിൽ മരണത്തിൻ്റെ കിടക്കയിൽ നീ കിടക്കുമ്പോൾ ആ അന്ത്യസമയത്ത് നിൻ്റെ ഈ വിളിയിൽ ഒരർത്ഥവുമില്ല. വെൻ ദ ലാറ്റർ സ്റ്റിൽ ഹാസ് ഓൾ ഹിസ് ഫാക്കൽറ്റീസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ. അവന് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള എല്ലാ കഴിവും ഉണ്ടായിരുന്ന സമയത്ത് അവൻ അവസരം കൊടുത്തിട്ട് അവനത് സ്വീകരിച്ചില്ല. ആൻഡ് റിയലൈസ് ഹിസ് മിസ്റ്റേക്സ്, അവൻ്റെ തെറ്റുകളൊന്ന് മനസ്സിലാക്കുവാൻ പറഞ്ഞു. ഓർ സിൻസ്, അല്ലെങ്കിൽ ആ പാവങ്ങളൊന്ന് തിരിച്ചറിയുക. ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ് ഫോർ ഹിം. ഇവിടെ ഫറോയുടെ കാര്യം അത് വളരെ താമസിച്ചു പോയി. അതിക്രമം വളരെ കൂടിപ്പോയി. ഇനി അവസാനം അവനെ പിടികൂടുവാനുള്ള ശിക്ഷ അവനിലേക്ക് കടന്നു വരുമ്പോൾ അവൻ പശ്ചാത്താപ ഹൃദയത്തോടുകൂടി അവൻ മുന്നോട്ട് വരുന്നു. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ഈ വചനം നിന്നെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ബാക്കി വിശദീകരണങ്ങളും ആയിട്ട് നാളെ